ഹലോ മക്കളെ, യാദൃച്ഛികമായ ഒരു ഡിന്നർ വന്നെത്തിയിരിക്കുന്നു. പെട്ടെന്ന് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു റെഡിയായി നിൽക്കി, പുള്ളി ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നുണ്ട്, നമുക്ക് കായംകുളത്ത് എവിടെയെങ്കിലും പോയി ഒരു ഡിന്നർ കഴിക്കാമെന്ന് കേട്ടോ. പുള്ളി എവിടെയോ പോവാണ്, ആ വഴിക്ക് ഞങ്ങളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കാണും. അപ്പോൾ ദേ ഞാനും കോക്കപ്പനും റെഡ് ആൻഡ് റെഡൊക്കെ ഇട്ട് റെഡിയായി. ഭയങ്കര കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, ഹസ്ബൻഡും റെഡായിരുന്നു കേട്ടോ. പിന്നീട് കാറിൽ കയറി യാത്ര തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം അറിഞ്ഞത്. നമ്മൾ കായംകുളത്ത് നിന്നല്ല, അങ്ങ് ആലപ്പുഴയിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഏകദേശം ഇവിടെ നിന്ന് 1 അവർ ട്രാവലുണ്ട് കേട്ടോ. ആലപ്പുഴയിലാണ് കായംകുളമെങ്കിലും ഞങ്ങൾ ഇങ്ങറ്റം കേട്ടോ, ഞങ്ങളുടെ തൊട്ടടുത്ത് കൊല്ലം സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. അങ്ങനെ അതേ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 8:30 9 മണിയായപ്പം ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എൻ്റെ വൺ ഓഫ് ദ ഹാപ്പി പ്ലേസിലാണ് കേട്ടോ, അങ്ങനെ വേണം പറയാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം, നമുക്ക് ഒരിടത്ത് പോകാൻ ഇഷ്ടമാണ്, അവിടെ പോയി നമുക്ക് ബോറടിക്കില്ല, വിഷമം വരില്ല, സങ്കടം വരില്ല, അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഈ സ്ഥലം. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ സാറിൻ്റെ വീടാട്ടോ. ഇവിടെ ചേച്ചിയും മക്കളും സാറും ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെ കേട്ടോ. ഞങ്ങൾ യാത്ര പോകുന്നതും പിന്നെ എൻ്റെ ഫീലിങ്സ് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചിയോട് ഷെയർ ചെയ്യുന്നതും സമാധാനിപ്പിക്കുന്നതും എല്ലാം അങ്ങനെയാട്ടോ. ഹസ്ബൻഡ് നേവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് സീനിയർ ആയിരുന്നു കേട്ടോ, റോബിൻ സാറ്. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ളൊരു ബോണ്ട് അറിയാമല്ലോ, ഒരു ചേട്ടനയ്യൻ ബോണ്ടും പിന്നെ ഞങ്ങൾ, ഇപ്പം ഞാൻ അവരുടെ എല്ലാം അനിയെത്തി അങ്ങനെയാട്ടോ. അപ്പോൾ ഇത് ഈ അപ്പുക്കുട്ടൻ്റെ ഈ ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പോയതിൻ്റെ അതിൻ്റെ ആൽബം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ ചേച്ചി ജ്യൂസൊക്കെ തന്നു. ചേച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ഫുഡ് കഴിപ്പിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ലെന്ന്. കാരണം ചേച്ചിക്ക് എപ്പോഴും വിചാരം നമുക്ക് വിശക്കുവാന്ന് കേട്ടോ. അതുകൊണ്ട് ചേച്ചി എപ്പോഴും ഫുഡ് തന്നുകൊണ്ടിരിക്കും, അത്ര സ്വീറ്റാണ്. എപ്പോഴും മോനെ കഴിച്ചായിരുന്നോ, വിശന്നോ. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞായി കേട്ടോ, പക്ഷേ എങ്കിലും എനിക്ക് ചേച്ചിയുടെ അടുത്തെത്തുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഫീലാട്ടോ. ചേച്ചി ഭയങ്കര എന്താ പറയണ്ട, ഭയങ്കര പാവമാട്ടോ. ഇത്രയും പാവമായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നല്ല അടിപൊളി കുക്കാട്ടോ. ടേസ്റ്റി മാതിരി ഫുഡ് ഉണ്ടാക്കും കേട്ടോ, അത്ര സൂപ്പറാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ബാക്കി വഴിയേ പറയാം.